ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ധാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ്. ഓ, 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. 9 ഓഫ് ഫയർ, വൈസ് കൗൺസിലർ, പേജ് ഓഫ് വാട്ടർ, 7 ഓഫ് ഫയർ, 4 ഓഫ് വാട്ടർ. അതുകൊണ്ട് 4 of earth, Queen of fire, മൂൺ ഗാർഡ് വന്നിട്ടുണ്ട്, 8 of fire വന്നിട്ടുണ്ട്, പേജ് ഓഫ് ഫയർ. ബോട്ടം വന്നിട്ടുള്ളത് സൺ ഗാർഡാണ്. അപ്പോൾ വളരെ ബോട്ടം വന്നിട്ടുള്ളത് സൺ ഗാർഡ് ആണ് കേട്ടോ. ഇതിൽ കുറച്ച് കാർഡ്സ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് നോക്കാം. ബോട്ടം സണ്ണിൻ്റെ എനർജിയാണ്. ഇത് നമുക്ക് ക്ലാരിറ്റി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ സക്സസ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് കിട്ടുന്നത് സക്സസ് ആണ്. ഇതിൻ്റെ ബോട്ടം വന്നത് സൺ ഗാർഡാണ്, അതും സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുന്നു എന്ന് തന്നെയാണ് ഈ 2 കാർഡ്സും പറയുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന, പാസ്റ്റിൽ ഒരുപാട് പ്രയത്നിച്ചിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന, ഒരുപാട് ആവേശത്തോടു കൂടി കാത്തിരുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറേയധികം ആൾക്കാർക്കും ഇത് ഒരു അവരുടെ ജോലിയുമായി സംബന്ധിച്ച് എന്തോ ഒരു കാര്യമാണ്, കരിയറുമായി സംബന്ധിച്ച് എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ചിലപ്പോൾ സ്ഥിരം ആയിട്ട് ഒരു നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന ഒരു എനർജിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രമോഷൻ്റെ എനർജിയോ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ചെയ്തിരുന്ന ഒരു എനർജി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത്, കാരണം ഇതിനകത്ത് ഒരു കുറച്ച് മത്സരത്തിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്, ഒരു ചലഞ്ചിൻ്റെ എനർജിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാറി, നിങ്ങളുടെ ചലഞ്ചിങ് സിറ്റുവേഷൻ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് കാത്തിരുന്നൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കാത്തിരുന്നിട്ട് അത് വിട്ടുകളഞ്ഞ കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇത് ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു, പിന്നെ അത് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. കുറേ അധികം ആൾക്കാർക്ക് ഈ സമയം ഒരു നിങ്ങളുടെ സമയം മാറുന്നു എന്നാണ് കാണുന്നത്. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്നും ചിലപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട് പാറ്റേൺസിൽ നിന്നുമൊക്കെ നിങ്ങളൊരു മാറ്റം വരുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു എനർജി ലെവൽ നിങ്ങൾ ഒരു ഹയർ ലെവലിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിയപ്പോൾ ഉള്ളൊരു സന്തോഷം, അല്ലെങ്കിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലുള്ളൊരു സന്തോഷം. പിന്നെ ഒരു 5 ഓഫ് വൈസ് കൗൺസിലറാണ്. അതൊരു എംപറർ എനർജിയാണ്. നിങ്ങളുടെ ഒരു ഇരിപ്പിടം നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. ചിലപ്പോൾ
നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യം ഇന്ന് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്ന ഒരു കാര്യമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ നിങ്ങളുടെ ചിലപ്പോൾ ലവറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ ഒക്കെ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ച് വീണ്ടും അവരെവിടെയാണോ ആയിരിക്കേണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ തേടി വരേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാകുമെന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ക്ലാരിറ്റിയും കൂടെ എടുത്തു പോകാം എന്താണെന്ന്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് കടം നിങ്ങൾ കൊടുത്തിരുന്ന കാശ് നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് അത് തിരിച്ച് കിട്ടാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സമയം അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് ഒക്കെ നിങ്ങളിലേക്ക് പൈസ വരുന്ന ഒരു എനർജിയാണ്, അത് സാങ്ഷൻ ആകുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്കിത് നിങ്ങൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നേ ദിവസം തുടങ്ങുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാനിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യത്തിനുള്ള പ്ലാനിങ് ചെയ്യുന്നു. അത് സക്സസ് ആകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇന്നേ ദിവസം ചിലപ്പം മറ്റുള്ളവർ നിങ്ങളോട് ഒരു മത്സര ബുദ്ധിയോടെ നിങ്ങളെ നോക്കാൻ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ കുറേയധികം ആൾക്കാർക്ക് അസൂയ വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വളർച്ചയിലായിരിക്കാം, നിങ്ങളുടെ ഉയർച്ചയിലായിരിക്കാം. അപ്പോൾ അതിൽ അസൂയുള്ള കുറച്ചധികം ആൾക്കാരെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. ഇന്ന ആൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഒരു പോസിറ്റീവായിട്ടല്ല, അവർക്ക് എന്തോ നെഗറ്റീവ് ഇൻറ്റൻഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. നിങ്ങൾക്ക് പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളതാണ്. ഇതിൽ മത്സരം ഉണ്ടെങ്കിലും ഇത് 7 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പക്ഷേ അത് വീണ്ടും അത് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര മറ്റുള്ളവർ നിങ്ങളോട് മത്സരിച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. നിങ്ങളതിൽ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. മറ്റുള്ളവർ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സമയത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാനാണ് ഇന്നേ ദിവസം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്കൊരു ഓഫർ വരാൻ സാധ്യതയുണ്ട്. ഒരു പ്രണയത്തിൻ്റെ ഓഫറുമായിട്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ബിഗിൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പാസ്റ്റിലുള്ള ആ ഒരു ട്രോമയൊക്കെ ഹീൽ ചെയ്ത് നമ്മൾക്ക് അങ്ങനെ ട്രോമയൊക്കെ ഹീൽ ചെയ്ത് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇൻഡ്യൂഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾ, നമുക്ക് എത്ര കഴിവുകളുണ്ടായാലും നമ്മളുടെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഓറയിൽ മുഴുവൻ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ തോട്ട് എപ്പോഴും നെഗറ്റീവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷനൊക്കെ വരാൻ ചിലപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കിട്ടാതെയാകും എന്നാണ് കാണുന്നത്. പക്ഷേ ഈ സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഡ്യൂഷൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു എന്തുണ്ടെങ്കിലും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച്, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള കാര്യത്തെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടാനുള്ള എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ ചിലപ്പോൾ നെഗറ്റീവ് ആക്കുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ല. അങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത്. നോക്കാം നമുക്ക് എന്താണെന്ന്. 9 ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങളിലേക്ക് പൈസ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനും പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ വിട്ടയക്കാനാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പലർക്കും നിങ്ങളുടെ ജോലി ശരിയാകാത്തതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും
മറ്റുള്ളവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും ഓവർ തിങ്ക് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിച്ച് ആ ഒരു എനർജി നിങ്ങൾ ഇരട്ടിപ്പിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ 4 ഓഫ് എർത്തും വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ 4 ഓഫ് കപ്സ് ശരിക്കും 4 ഓഫ് പെൻഡക്കിൾ ആകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 4 ഓഫ് പെൻഡക്കിൾ ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പൈസയെക്കുറിച്ച് ആലോചിച്ചാണ് നിങ്ങൾ വിഷമിച്ച് ഇപ്പം നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാനും കൂടിയുള്ള പൈസ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതും എത്തും. അപ്പോൾ ചിലപ്പോൾ അത് ഈ സമയത്തായിരിക്കില്ല, കുറച്ച് താമസം ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഫ്യൂച്ചർ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വിഷമം എന്ന് പറയുന്നത് സ്ഥായിയായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിക്കും സേവും കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഉള്ള ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുമെന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ കാര്യത്തിൽ ഓവർ തിങ്ക് ചെയ്യരുത് എന്നാണ് കാണുന്നത്. പിന്നെ ക്യൂൻ ഓഫ് ഫയറിൻ്റെ എനർജിയാണ്, ക്യൂൻ ഓഫ് വാണ്ട്സ് ആണത്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ കൂടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരുന്നു എന്നാണ് കാണുന്നത്. വളരെ നിങ്ങളുടെ എനർജി വളരെ ഹൈ ആകുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇതിനകത്തൊരു ഡെവിൾ കാർഡ് വരുന്നുണ്ട്. അപ്പം ഈ സമയം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുന്നത്. നിങ്ങളിലുള്ള എനർജി ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്കിപ്പം നിങ്ങൾ ഈ സമയം പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ ആ പോസിറ്റിവിറ്റി തന്നെ മാനിഫെസ്റ്റ് ആയി വരും. നിങ്ങൾ ഈ സമയം നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുന്നതും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഈ സമയം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആയിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയാനാണ് പറയുന്നത്. മാത്രമല്ല ചില ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷൻ വിട്ട് കളയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം ഇതിൽ ഒരു 4 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം. എന്ത് തന്നെ ആയാലും വിട്ട് കളയാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാണ്. ചിലപ്പോൾ അത് ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ സെക്ഷുവൽ അഡിക്ഷനോ അല്ലെങ്കിൽ മൊബൈലോ അങ്ങനെയുള്ള എന്ത് കാര്യമായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബെറ്റർ ലൈഫിന് നല്ലതല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക തന്നെ ചെയ്യണം. ചിലപ്പോൾ ഷോർട്ട് ടേം ആയിരിക്കും നിങ്ങളിൽ പലരും. അത് നിങ്ങളുടെ ഗ്രോത്തിനെ ഒരുപാട് ബാധിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത ആൾക്കാരുണ്ട്. അതും ഒരു നെഗറ്റീവാണ്. ക്ഷമയില്ലാത്ത, ചിലപ്പോൾ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ പറയുന്നതാണ് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെയും അതൊരു നമുക്ക് മാറ്റാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ അഡിക്ഷൻ തന്നെയാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒന്ന് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നമ്മളോടൊന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. മാറി നിന്ന് ഇൻട്രാക്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മളെ ഒന്ന് നിരീക്ഷിക്കുക. ആദ്യം നമ്മളെന്താണ്, നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ, അതൊക്കെ ചിന്തിച്ച് നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ ഹൈ ആക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കാം പലതവണ. പക്ഷെ നിങ്ങൾ അതിനോട് വളരെ ചിലപ്പോൾ കുറഞ്ഞ തരത്തിൽ മാത്രമേ നിങ്ങളതിനെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ പൂർണ്ണമായും അത് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഹൈലി ഇൻഡ്യൂട്ടീവ് ആണെന്നുള്ളതാണ്. ആ സ്പിരിച്വൽ റിലവുമായിട്ട് നിങ്ങൾ വളരെ ഹൈലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരുപോലെ ഒരേ റേഞ്ചുള്ള ആൾക്കാരല്ല, പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പിരിച്വൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന കാര്യമാണെന്ന് കൂടി ഓർക്കുക. അതിന് വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യുകയും സ്ട്രെയിൻ എടുക്കുകയും ഒന്നും ചെയ്യേണ്ട. ആൾറെഡി നിങ്ങൾ
ഈ നിമിഷത്തിൽ ആയിരുന്നാൽ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ആയിക്കോളും എന്നാണ് കാണുന്നത് കേട്ടോ. അതിൽ നിങ്ങൾ സ്ട്രെയിനൊന്നും എടുക്കണ്ട. പിന്നെ 8 ഓഫ് ഫെയറിൻ്റെ എനർജിയാണ്. ഇത് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിൽ വിശ്വാസം ഇല്ല, നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വാസം ഇല്ല എന്ന് കാണുന്നുണ്ട്. പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ഫ്രീ വിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരെയും ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരെയും അഡ്വൈസും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ തിരുത്താൻ പറ്റും. പാസ്റ്റിലെ കാർമിക് ആയിട്ടുള്ള ആ ടൈൽസ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് പറ്റും. പക്ഷേ നിങ്ങളത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എക്സ്പ്രഷനായിട്ട് മാത്രം നിന്ന് ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു കാർമികമായിട്ടുള്ള കെട്ട് ഈ ജന്മമെങ്കിലും നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ജന്മങ്ങളിൽ ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്ത് കളയുക, പൂർണ്ണമായും മാപ്പ് കൊടുക്കുക ആ വ്യക്തികളോടോ സാഹചര്യത്തോടോ. അപ്പോൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് കാണുന്നത്. 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതും കുറച്ചൊരു ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഉള്ളതിനും ഇല്ലാത്തതിനും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ മാറ്റുക. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ട്രാവലിൻ്റെ എനർജി വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ ഒരു പേജ് ഓഫ് ഫയർ വന്നിട്ടുണ്ട്. നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. പുതിയൊരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റിൽ നിങ്ങളൊരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അത് നടക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടാനും സാധ്യതയുണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക്. ഓവറാൾ എനർജി സൺ ഗാർഡാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തോ വ്യക്തത വേണമെന്നാണ് കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തത ഇല്ലായിരിക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്യുന്ന എന്തോ ഒരു കാര്യമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അതെന്താണെന്ന് നോക്കാം. എന്തായാലും ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അത് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നാണ് കാണുന്നത്. മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാണാൻ പറ്റുമായിരിക്കും. പാസ്റ്റ് ലൈഫിൽ ചെയ്ത കാര്യങ്ങളുടെ തുടർച്ച ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം പാസ്റ്റ് ലൈഫിൽ ചെയ്ത എന്തോ ഒരു കാര്യമാണ് എന്നാണ് കാണുന്നത്. അത് റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കാകാം, അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് കേട്ടോ. ഇത് നല്ല എനർജിയാണ്. കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു ഏഞ്ചൽ കാർഡ് കൂടി എടുത്ത് നമുക്ക് നോക്കാം. കോംപ്രമൈസ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളോട് ഒരു കോംപ്രമൈസുമായിട്ട് വരുന്നുണ്ടായിരിക്കാം. പിന്നെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. എന്തെങ്കിലും ചെയ്യാൻ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യാം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ദിവസം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.